അവർ വിശ്വാസം വേറെയാണ്. ആ കാലത്ത് തന്നെ അവർ മുസ്ലിംസിനെതിരെ സംസാരിച്ചു എന്ന് മാത്രമല്ല, പല വിഷയത്തിലും അവരായിരുന്നു ഗാന്ധിജിയും എതിരിച്ചത്. ഒരിക്കലും മറക്കരുത്, നാഥുറാം ഗോഡ്സെ RSS അംഗമായിരുന്നില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ആയിരുന്നു. RSSന് രാജിവെച്ചിട്ടാണ് അദ്ദേഹം വന്നിട്ട് ഈ കൊലപാതകം നടത്തിയത്. പക്ഷെ RSS സംസാരിച്ച ഈ ക്രോധം, വിദ്വേഷം ആ കാലത്ത് പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെ എതിരെ സംസാരിച്ചവരാണ്. അതുകൊണ്ട് നമ്മൾ ശരിക്കും നോക്കുകയാണ്, നരേന്ദ്രമോദി 8 വയസ്സിലെ ഒരു ബാൽ സ്വയം സേവക്കായിരുന്നു RSSൻ്റെ. അദ്ദേഹം എന്ത് കേട്ട് പഠിച്ചിട്ടാണ് വളർന്നിരിക്കുന്നത്? അദ്ദേഹം കേട്ടത് മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്തെ ചതിച്ചൊരു വ്യക്തിയാണ്. ഹിന്ദുക്കൾ എതിര് നിന്നു. അദ്ദേഹം അവസാനത്തെ അദ്ദേഹത്തിന് നിരാഹാര സമരം എന്തിനായിരുന്നു? പാകിസ്ഥാൻ എന്ന് പറഞ്ഞ മുസ്ലിം രാജ്യത്തിന് ഇന്ത്യക്കാർ കൊടുക്കാത്ത 55 കോടി, ആ കാലത്ത് 55 കോടി, ഇന്നതൊരു 550 കോടി പോലെ ആയിട്ടാണ്, ആ 55 കോടി കൊടുക്കണം എന്ന് പറഞ്ഞാലും നിരാഹാര സമരം നടത്തിയത്. എന്നിട്ടാണ് പട്ടേൽ അവസാനത്ത് സമ്മതിച്ച് ശരി പറഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ആ നിരാഹാരം സമരം അവസാനിച്ചത്. അപ്പോൾ ഇവർ പറഞ്ഞു ഇയാൾ മുസ്ലിംസിന് വേണ്ടി നിൽക്കുന്ന ആളാണ്, ഇയാൾ എന്ത് ഹിന്ദുവാണ്, ഹിന്ദുക്കളുടെ ശത്രുവാണ് പറഞ്ഞിട്ടാണ്, അങ്ങനെയുള്ള സംസാരം കേട്ടിട്ടാണ് ഗോഡ്സെ പോയിട്ട് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസത്തിൽ വളർന്ന ആൾക്കാരാണ് നമ്മളിപ്പോൾ ഭരിക്കുന്നത്. ഇന്ന്